എൻ്റെ പേര് ലിസി. കണ്ണൂർ ജില്ലയിൽ വെളിമാനം ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ബ്രദറിന് വേണ്ടിയാണ്. പെസഹ വ്യാഴം ഈസ്റ്റർ ആ സമയത്ത് എൻ്റെ ബ്രദറിന് അതികഠിനമായ ഒരു ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ ഷുഗർ 400 ഒക്കെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയി പോകുമെന്ന് ഒത്തിരി ഭയന്നു. ഉള്ളിലെ ആന്തരിക അവയവങ്ങൾക്ക് ചിലപ്പം പഴുപ്പ് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അത്ഭുത ജപമാല കണ്ട് അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ അത്ഭുത ജപമാലയിൽ എൻ്റെ പേര് വിളിച്ച് പറയുന്നുണ്ട്, ലിസി എന്ന സഹോദരിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവന് നന്നായിട്ട് കുറയാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ ചാച്ചൻ ഇതുപോലെ ഷുഗറുള്ള സമയത്ത് ചിക്കൻ ബോക്സ് വന്ന് അങ്ങനെ മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒത്തിരിയേറെ ഭയന്നിരുന്നു. അവനിപ്പോൾ നല്ല പൂർണ്ണ സുഖമായി. രണ്ടാമത്തെ സാക്ഷ്യം, വീട്ടിൽ ഭയങ്കര കൂനനുറുമ്പായിട്ട് ഒരു 5-6 മാസം ഭക്ഷണമൊന്നും വെക്കാൻ പറ്റിയല്ല, വെള്ളത്തിൽ വെക്കണം, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച് ആനവെള്ളമൊക്കെ തളിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി. അപ്പം ഇതുപോലെ തന്നെ അച്ഛന് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഉറുമ്പ് ശല്യമുള്ള വീട്ടിൽ നിന്ന് അത് മാറിപ്പോകുന്നെന്ന്. അങ്ങനെ അതും മാറിപ്പോയി. പിന്നെ എനിക്ക് 40 വർഷമായിട്ട് അതികഠിനമായ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇഞ്ചക്ഷൻ വെക്കാതെ കുറയത്തില്ല. അത് ഒരു കൂടിപ്പോയ ഒരു 2 മാസം. അതിനിടയ്ക്ക് രാത്രി ഇഞ്ചക്ഷൻ എടുക്കാൻ ഓടേണ്ടി വരും. ഗുളികയിലൊന്നും നിൽക്കുന്നില്ല. ഡോക്ടർമാരാണെങ്കിൽ MRI എടുക്കാൻ എപ്പോഴും പറയും. ഒരു 4-5 MRI ഒക്കെ എടുത്തു. ഇപ്പോൾ എന്നിട്ട് ഞാൻ ഈ അത്ഭുതങ്ങളുടെ ജപമാല കാണാൻ തുടങ്ങിയ പിന്നെ അത് നന്നായിട്ട് കുറഞ്ഞു വന്നു. ഇപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയില്ല. ഒരു 5-8 മാസമായിട്ട് ഇപ്പോൾ ഇഞ്ചക്ഷനേ വേണ്ട. ഒരു ചെറിയതായിട്ടെങ്ങാനും വന്നാലും അതൊരു ചെറിയ ഗുളികയിൽ അങ്ങനെ മാറും. അങ്ങനെ അതും. പിന്നെ എനിക്ക് ഒരു വീട് പണിതിട്ട് കുറച്ച് 5-6 വർഷമായി. അപ്പോൾ ഈ ഒരു ടൈലിടാനൊന്നും സാധിച്ചില്ലായിരുന്നു. സാമ്പത്തികമായി ഒത്തിരി തകർച്ചയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ജനുവരിയിലെ ആദ്യത്തെ ആഴ്ചയാണ് വന്നിട്ട് ഏകദിനം കൂടിയിട്ട് പോയത്. പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, ലിസിക്ക് ഞാൻ ടൈല് വാങ്ങിത്തരാമെന്ന്. അങ്ങനെ ആയൊരു കാര്യവും സാധിച്ചു. എനിക്ക് ഇത്രയേറെ കാര്യങ്ങൾ. നല്ലൊരു കൈയടി കൊടുത്ത് എത്രയോ രീതിയിലുള്ള തടസ്സങ്ങളാണെന്നറിയോ ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ മാറിപ്പോവുക. പ്രൈസ് ദി ലോർഡ്.